മുത്തശ്ശി, ഗാഥ നമ്മുടെ കുടുംബത്തിലുള്ളതുകൊണ്ട് മാത്രം ഇവർ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഞാൻ പ്രതികരിക്കാത്തത്. കീർത്തിയോട് ഞാൻ അങ്ങനെ ഒരു തെറ്റിയൊന്ന് മുത്തശ്ശി വിശ്വസിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള വിശ്വാസം ഇത്രേ ഉള്ളൂ. അച്ഛാ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? എന്റെ മോൾക്കുണ്ടായ ഈ മാനക്കേടിന് ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യണം. എന്തു പരിഹാരം? നിന്റെ സാറുണ്ടല്ലോ, അവൻ എന്റെ മകളുടെ കഴുത്തില് താലി കെട്ടണം. ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. എന്റെ സാർ എന്തിനാ ഈ പ്രാന്ത് കേട്ടോണ്ടിരിക്കുന്നത്? അടിച്ച് പുറത്താക്കണം എല്ലാത്തിനും കൂടെ. എങ്കിൽ അടിച്ച് പുറത്താക്കാൻ പറയടാ. ഉദയന നിർമ്മല ഇവിടെ ഇറങ്ങണമെങ്കിലേ ഇവിടെ ചോര വീഴണം. അമ്മേ, അമ്മയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ട ഇവളെ പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ മുന്നില്, അമ്മയുടെ മടിയില് ഞാൻ ഇവളുടെ കഴുത്ത് അറുത്തിടും. നിർമ്മലയാ പറയുന്നേ. മോനെ നവീനെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, കുട്ടിക്കാലം മുതലുള്ളതല്ലേ. എന്നിട്ടൊരു കാശുകാരി പെണ്ണെ കണ്ടപ്പോ നീ അവളുടെ പുറകെ എന്റെ മോളെ മറന്നു. എന്നിട്ടും ഇവളുടെ ഹൃദയം തകർന്നപ്പോ ഇവളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്, നിന്നെ മറക്കാൻ വേണ്ടി. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചല്ലോടാ. ഇതിനൊക്കെ ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അമ്മേ, കളരിക്കൽ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെച്ച് ഈ പ്രശ്നം ആരും അറിയാതെ പരിഹരിച്ചാൽ കുടുംബത്തിന്റെ മാനം കാത്തുരക്ഷിക്കാം. അതല്ല എങ്കിൽ ഈ കോലത്തില് ഞാൻ എന്റെ മോളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും.